അത് ആരോട് പറയാൻ? ജീവിതം ഒരു തവണയേ ഉള്ളൂ. അടുത്ത നിമിഷം നമ്മൾ ജീവനോടെ ഉണ്ടോ ഇല്ലയെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. സോ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ എല്ലായിടത്തും പോകണം. എല്ലാം ഉണ്ടാക്കിയത് ഞാൻ തന്നെയാണ്. എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഞാൻ തന്നെയാണ് ഉണ്ടാകുന്നത്. ഇതിലാരുടെയും ഞാൻ കോളേജ് ഇറങ്ങിയ കാലഘട്ടം മുതലേ എങ്ങനെയാണ്, എൻജിനീയറിങ് പഠനം കഴിഞ്ഞ് ഇറങ്ങിയത് മുതലേ ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം മ്യാമം കയറാൻ വേണ്ടി പോവാണോ? വേഗണാർ മാമന് പോകാൻ മുട്ടി നിൽക്കുകയാണ് പാവം. പോട്ടെ. കാലത്തൊട്ടും ഇഷ്ടമല്ലാത്ത ഒരാളായിരുന്നു, പക്ഷെ ഇപ്പം മഴ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇതിപ്പോൾ നമ്മൾ ട്രിപ്പ് പോകുന്നതുകൊണ്ട് അത് നമുക്ക് ബുദ്ധിമുട്ടല്ലേ. സോ അതുകൊണ്ടാണ് അത്. നമസ്കാരം ഫ്രണ്ട്സ്, അപ്പു ആണ്. എല്ലാവർക്കും അപ്പുക്കുട്ടൻ ബ്ലോഗ്സിൻ്റെ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് അമ്പൂരിയാണ്. അമ്പൂരിയിലെ കൂനിച്ചി മല, പിന്നെ ഒരു മാക്സിമം പോകാൻ പറ്റുന്ന സ്പോട്ടുകളിലൊക്കെ പോകണം എന്നുള്ളതാണ്. പിന്നെ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ഈരാറ്റുംപുറത്ത് പോയായിരുന്നു, പക്ഷേ മൈക്കിൽ റെക്കോർഡായില്ലായിരുന്നു. അതിനിപ്പോൾ ഇടണോ അത് ഇടണ്ട. വേറൊരു ദിവസം അവിടെ ഒന്നുകൂടെ പോയിട്ട് വിശദമായിട്ട്, അന്നും അവിടെ 2 തവണ പോയി ശരിക്കും പറഞ്ഞാൽ. അവിടെ ആദ്യ ദിവസം പോയപ്പം പവർ ബാങ്ക് എടുത്തില്ലായിരുന്നു, ക്യാമറ ചാർജ് വരുന്നതുകൊണ്ട് അവിടെ ഡീറ്റെയിലായിട്ട് കാണിക്കാനൊന്നും പറ്റി. അപ്പോൾ അതൊക്കെയാണ്. നല്ല കാറ്റ്. അപ്പോൾ ഈരാറ്റിൻപുറത്ത് ഇന്നലെയും പോയി, പക്ഷേ അവിടെ ചെന്നപ്പോൾ ഭയങ്കര നമ്മൾ ലേറ്റായി പോയി അവിടെ. അതാണ് പിന്നെ ഈ മൈക്കിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ അമ്പൂരി എന്ന് പറയുന്ന, അമ്പൂരിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയായിരിക്കും വിശദമായിട്ട്. അമ്പൂരിയിലെ കുന്നിച്ചി മലയിലേക്കാണ് ശരിക്കും പോകുന്നത്. CD100 പോകുന്നത്. സമയം എത്രയായി? ശരിക്കും പറഞ്ഞാൽ 12:49. നമ്മൾ നേരെ കുന്നിച്ചി മലയിലേക്കാണ് പോകുന്നത്. നേരെ റൈഡിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കൂനിച്ചി മലയിലേക്ക്. അമ്പൂരിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സോ ഇതിപ്പോൾ കാരയ്ക്കമണ്ഡപം ജംഗ്ഷനാണ്. ഞങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങോട്ട് പോകുന്ന റൂട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ശരിക്കും എത്ര കിലോമീറ്റേഴ്സ്? 35 കിലോമീറ്റർ. 35 കിലോമീറ്ററാണ് ശരിക്കും പറഞ്ഞാൽ മാപ്പിൽ കാണിക്കുന്നത്. സോ നമുക്ക് നമ്മുടെ യാത്ര തിരിക്കാം. ഇനി നേരെ ആ വെള്ളായണി പമ്പിൽ പോയിട്ട് എണ്ണ അടിക്കണം, ഇന്ത്യൻ ഓയിലിൽ പോയിട്ട്. എന്നിട്ട് നമുക്ക് നേരെ വിടാം. അപ്പോൾ അതാണ് അടുത്ത പരിപാടി. അപ്പോൾ സമയം ശരിക്കും പറഞ്ഞാൽ എത്രയായി? 1:05. 1 മണിയായിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നാള് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഈരാറ്റിൻപുറത്ത് പോയിരുന്നു. അവിടെ ചെന്നപ്പോൾ അവിടെയൊക്കെ ഇരുട്ടി. പിന്നെ ശരിക്കും പറഞ്ഞാൽ മൈക്ക് പ്രോബ്ലം കാരണം ഷൂട്ട് ചെയ്തതിൽ ഭയങ്കര ഒരു പ്രോബ്ലം ആയിരുന്നു. പക്ഷെ പ്രശ്നമില്ല, വേറെ വിശദമായിട്ട് അന്ന് ഒരു 3 ദിവസം മുമ്പ് അവിടെ ഓൾറെഡി പോയിരുന്നു, വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടു കാണും കുറച്ച് പേരൊക്കെ. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കാണണം. അന്നും അവിടെ ചെന്നതിന് ശേഷം പവർ ബാങ്ക് എടുക്കാൻ മറന്നതുകൊണ്ട് ക്യാമറ ചാർജ് വരുന്നു. അതുകൊണ്ട് കൂടുതലായിട്ട് അവിടെ എനിക്ക് കാണിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. ബട്ട് പ്രശ്നമില്ല, എന്തായാലും മറ്റൊരു ദിവസം അങ്ങോട്ട് പോകുന്നുണ്ട് ഉടനെ തന്നെ. നിങ്ങളെ വിശദമായിട്ട് അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ഡീറ്റെയിൽഡായിട്ട് കാണിക്കാം ഉറപ്പായിട്ടും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വെക്കുക, ഓൾ കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ സപ്പോർട്ടാണ് ശരിക്കും പറഞ്ഞാൽ തീരുമാനിക്കേണ്ടത് ഞാൻ വിജയിക്കണോ തോൽക്കണോ. നമ്മൾ വർക്ക് ചെയ്യാനായിട്ട്, നിങ്ങളെ എൻ്റർടൈൻ ചെയ്യാനായിട്ട് റെഡിയാണ്. പക്ഷെ നിങ്ങളതിനനുസരിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യണം. ജീവിതത്തിൽ ഞാൻ ശരിക്കും പറഞ്ഞ ഒരു എൻജിനീയറാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ. ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മൊത്തത്തിലാകെ പ്രശ്നമാണ്. കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു എന്നേ ഉള്ളൂ, എല്ലാം ഓക്കെ ആയിട്ട്, ചിലവും കാര്യങ്ങളൊക്കെ. അല്ലാതെ നമുക്കെപ്പോഴും പണമാണ്. സോ മണി ഡിസൈഡ് വാട്ട് വി ആർ. നമ്മളെന്താണെന്നുള്ളത് പണമാണ് ഡിസൈഡ് ചെയ്യുന്നത്. സോ
ആ പണം അതുണ്ടാവണമെങ്കിൽ നമുക്ക് ഫെയിം, പ്രശസ്തി വേണം. സോ എത്രയ്ക്ക് അടിക്കാം മോനെ? മതിയോ? യെസ്. അപ്പോൾ 102 രൂപയ്ക്കാണ് പെട്രോൾ അടിച്ചത്. എൻ്റെ ആവശ്യമുള്ളൂ എന്നാണ് തോന്നണത്. എപ്പോഴും കൂടുതൽ അടിച്ചിരുന്ന കുറച്ച് നല്ലതാണടേ, ഇല്ലെങ്കിൽ ലാസ്റ്റ് ആ കാട്ടിലൊക്കെ ചെന്നിട്ട് പെടും. അവിടെയൊക്കെ വല്ല പമ്പുണ്ടോയെന്ന് ആർക്കറിയാം, എനിക്കറിയില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കൂനിച്ചുമലയിലേക്ക് പോകുന്നത്. ജീവിതം തന്നെ ഒരു യൂട്ടേണായിരുന്നു. കൊച്ചിയിലും തൃശ്ശൂരും ഒക്കെ ആയിട്ട് ജീവിച്ചു. തിരുവനന്തപുരത്ത് വന്നിട്ട് അല്ല, ഇടയ്ക്ക് ഒരു 2-3 വർഷം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോൾ 2-3 വർഷമായിട്ട് ഇവിടെ തന്നെയാണ്. ഒരു ഇടക്കാലത്ത് ഒരു 3-4 വർഷം ഞാൻ അവിടെ ആയിരുന്നു, കൊച്ചി തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെ ആയിരുന്നു. സോ എനിക്കതുകൊണ്ട് അപ്പോഴാണ് ഈ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർഡായിട്ട് വന്നതും എനിക്കത് പോകാനായിട്ട് സാധിച്ചില്ല. പിന്നെ എല്ലാം സൗകര്യങ്ങളും ഒത്തൊരുമിച്ച് വന്നൊരു ടൈം ഇപ്പോഴാണ് ഫ്രണ്ട്സ് ആയത്. നമുക്ക് തരാനും ഒന്നും ആരുമില്ല, എല്ലാം ഉണ്ടാക്കിയത് ഞാൻ തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും ഞാൻ തന്നെയാണ് ഉണ്ടാകുന്നത്. ഇതിലാരുടെയും, ഞാൻ കോളേജ് ഇറങ്ങിയ കാലഘട്ടം മുതലേ എങ്ങനെയാണ്, എൻജിനീയറിങ് പഠനം കഴിഞ്ഞ് ഇറങ്ങിയത് മുതലേ എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് നോക്കുന്നത്. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് വീട്ടിലൊന്നും ശരിക്കും പറഞ്ഞാൽ ആധികാരികമായിട്ട് ഒരു വലിയ രീതിയിലൊന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. സോ അങ്ങനെ ഒരു ലെവലിലേക്ക് വരിക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ബേസിക്കലി നമ്മളെ വീട്ടുകാരെയാണല്ലോ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. അവരെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് പരിപാടി. അവരെ സാറ്റിസ്ഫൈ ചെയ്യുക, ബാക്കിയൊക്കെ പിന്നെയാണ്. അവരെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് പിന്നെ എല്ലാം ഉണ്ടാകത്തുള്ളൂ. സോ പണം വേണം, പണം ഇല്ലെങ്കിൽ ഒന്നുമില്ല. ആകെ കൂടെ വീട്ടുകാരുമാണ് കുറച്ചൊക്കെ. ഒരു പോയിന്റ് കഴിയുമ്പോൾ അവർക്കും പ്രശ്നങ്ങളാണ്. പണം വേണമല്ലോ ജീവിക്കാൻ. പണം നമ്മൾ കൊടുക്കാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വീട്ടിൽ ചിലവ്, കറണ്ട്, സാധനങ്ങൾ, ഗ്യാസ്, ഇതിനൊക്കെ പണം വേണം ബേസിക്കലായിട്ട് നമുക്ക് ജീവിക്കാൻ. സോ അതൊക്കെ ഒരു പോയിന്റ് കഴിയുമ്പോൾ അച്ഛനമ്മമാർ ജോലിയൊക്കെ നിർത്തുന്നൊരു കാലം കഴിയുമ്പോൾ നമ്മൾ തന്നെയാണ് അതൊക്കെ ചെയ്യേണ്ടത്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് പണം വേണം. മണി ഈസ് എവരിത്തിങ്. അത്രയും പണം ഒന്നും ഉണ്ടിട്ട് കാര്യമില്ല, ഞാൻ പറഞ്ഞതാണ്. നല്ല രീതിയിൽ പണം വേണം, എന്നാലേ നിങ്ങൾക്ക് എവിടെയും വില ഉണ്ടാവുള്ളൂ, കുടുംബത്തിൽ പോലും. അതറിയാമല്ലോ എല്ലാവർക്കും. പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയേണ്ട കാര്യം. ഇതേ ഒരുത്തന് മിററില്ല, ഒന്നുമില്ല. അവൻ്റെ നമ്പർ പ്ലേറ്റ് എൻ്റെ തലകുത്തനെയൊക്കെ വച്ചിരിക്കുകയാണ്. നമുക്ക് ലെഫ്റ്റ് സൈഡ് ചേരാം. എപ്പോഴും കുറച്ച് കൂടുതൽ എണ്ണ ഇടണം, നല്ലതാണ്. എണ്ണ ഒഴിക്കണം. ഇനി ആ കാട്ടാക്കടയിൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ വല്ലതും അടിക്കാം. ഇത് മണ്ടത്തരമാണ്. ഇതിനൊക്കെ എത്ര കറക്റ്റ് മൈലേജ് കിട്ടുമെന്നൊന്നും എനിക്കിപ്പോഴും കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. ചില സമയത്ത് നല്ല മൈലേജ് ഉണ്ട്, ചില സമയത്ത് മൈലേജ് കുറവാണ്. അത്യാവശ്യം പൊളിച്ചു പോകണമെങ്കിൽ മൈലേജ് കുറവായിരിക്കും. പതുക്കെ പോകണം, എന്നാലേ മൈലേജ് കിട്ടും. ഇതിൽ വാണം വിട്ട പോലെ പോയിട്ട് മൈലേജ് കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. KL02. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ പ്രാവച്ചമ്പലം കഴിഞ്ഞ് നമ്മൾ വരികയാണ്. പള്ളിച്ചലയൊക്കെയാണ് പോകുന്നത്. ഇത് പള്ളിച്ചൽ ഹൈവേ ആണ്, തമിഴ്നാട് ഹൈവേ ആണ്. ഇത് കീടും ഓടിച്ച് വെച്ച് അതുക്കെല്ലാം എറിയ വെച്ച പോക്കിരി പൊങ്കൽ ആ തമിഴ്നാട്. നമ്മളെ ദളപതി വിജയുടെയൊക്കെ സ്വന്തം തമിഴ്നാട് ലേക്കുള്ള യാത്രയാണ്. ഇവിടുന്ന് നേരെ കുമാരകോവിൽ, മാർത്താണ്ഡം, നാഗർകോവിൽ, അങ്ങനെ അങ്ങ് പോകും. കന്യാകുമാരി റൈഡ് ഒരു ദിവസം പോകണം ഉടനെ തന്നെ കേട്ടോ ഫ്രണ്ട്സ്. നിങ്ങളെ വിശദമായിട്ട് കന്യാകുമാരിയുടെ ആ ഒരു ക്ലൈമറ്റൊക്കെ നിലവിലുള്ള എല്ലാം ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മളെ കൂടെ ആരുമില്ല, നമ്മൾ ഒറ്റയ്ക്ക് മുന്നേറണം. എനിക്കും ആരുമില്ല ഫ്രണ്ട്സ്, ആരും. ഒറ്റയ്ക്ക് മുന്നേറണം. ഇത് ശരിക്കും പറഞ്ഞാൽ പള്ളിച്ചല് സിഗ്നലാണ്. എൻ്റെ അമ്മ, ഇതെന്താ സംഭവം? മ്യാമം കയറാൻ വേണ്ടി പോവാണോ? വാഗണാർ മാമന് പോവാൻ മുട്ടി നിൽക്കുകയാണ് പാവം. പോട്ടെ, മ്യാമ വിട്ടോ.
ഇതെന്താ സംഭവം? അത് വേണ്ട കേട്ടോ, അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട കേട്ടോ. മഴ പെയ്യോടെ, നല്ലൊരു ഊള ക്ലൈമറ്റ്, മഴ പെയ്യാൻ സാധ്യത. എന്നും ഓരോ മുണ്ടികൾ. കൂനിച്ചിമലയിലൊക്കെ ചെന്നിട്ട് ഇനി മഴ പെയ്താൽ തീയ. ഇതൊരു മലയും കൂടെ. സോബ പള്ളിച്ചല് ഹൈവേ വഴി നമ്മൾ നേരെ വിട്ടുപിടിക്കുകയാണ്. പൊളിച്ചടക്കും CD100 ശരിക്കും പറഞ്ഞാൽ. ഞാൻ അതൊക്കെയാണ് പോണത്. ഒന്നുമല്ല ഇത്. CD100 ഒരു രക്ഷയില്ലാത്ത പമ്മല. ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് ഉണ്ടാക്കാൻ വേണ്ടി രമ്യ കല്യാണ മണ്ഡപം. ഒരുപാട് കല്യാണങ്ങൾ ഉണ്ടിട്ടുള്ള സ്ഥലമാണ്. നല്ല കിടിലൻ ട്രിവാൻഡ്രം സദ്യ കിട്ടും. ഇപ്പൊ ഹൈവേ വഴി ഇങ്ങനെ അടിച്ച് കസറി പോവാണ്. മഴയാടേ. വീണ്ടും വല്ല ചായക്കട കുഴപ്പമുണ്ടോന്ന് നോക്കാം. എന്തൊരു കഷ്ടമാണ്. കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് ഒതുങ്ങിയ മഴയൊക്കെ ഒന്ന് ഒതുക്കും. വെടിവെച്ചാൻ കോവിലൊക്കെ എനിക്ക് നിരോധിത മേഖലയാണോ? ഇനിമേ ഇങ്ങ നാന്താ റങ്കറായ ശക്തിവേൽ. തഗ് ലൈഫ്, കമൽ സാറിന്റെ തഗ് ലൈഫ് കണ്ടോ എല്ലാവരും? എന്ത് വെറുപ്പിക്കലാണല്ലേ പുള്ളി. ഒരു രക്ഷയില്ല. പുള്ളി അന്യായ വെറുപ്പിക്കലാണ്. പുള്ളി അന്യായ വെറുപ്പിക്കലാണ്. ലെജൻഡാണ്, പക്ഷെ നല്ല വെറുപ്പിക്കല. ഒരു രക്ഷയില്ല കേട്ടോ. ലെജൻഡെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ലെജൻഡിൻ്റെ ഒക്കെ കാലം കഴിയും. ഇനി അടുത്ത് മഴ 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 കൂട കൂട. ഇവിടെ കയറാം പതുക്കെ. മഴയാണ് ഫ്രണ്ട്സ്, നമുക്ക് പതുക്കെ ഒതുങ്ങാം കേട്ടോ. ഓടിക്കോ 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 ഓടിക്കോ. ഉടനെ തന്നെ പെയ്യും നല്ല രീതിയിൽ. രാവിലെയും മഴയായിരുന്നു. ഇന്നലെ ഒന്നും ഇല്ലായിരുന്നു, ഒരു മഴയും ഇല്ലായിരുന്നു ഇത്രയും ദിവസം. അതിപ്പോൾ പതിയെ മഴ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മഴ എനിക്ക് പേഴ്സണലി പണ്ട് ചെറുപ്പകാലത്ത് തൊട്ടും ഇഷ്ടമല്ലാത്ത ഒരാളായിരുന്നു. പക്ഷെ ഇപ്പം മഴ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇതിപ്പോൾ നമ്മൾ ട്രിപ്പ് പോകുന്നതുകൊണ്ട് അത് നമുക്ക് ബുദ്ധിമുട്ടല്ലേ. സോ അതുകൊണ്ടാണ്. അത് ഇഷ്ടക്കുറവൊന്നുമില്ല. ഒരു ട്രിപ്പ് നടക്കത്തില്ല മഴയത്ത്, അത് നടക്കില്ല കേട്ടോ. കൂനിച്ചിമല ഒരു മലയാണ്. അതിൻ്റെ മണ്ടയിലൊക്കെ ഒടുക്കത്തെ മഴയായിരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർടേക്കിംഗ്. ലെഫ്റ്റ് സൈഡ് ഓവർടേക്കിംഗ് ഈസ് സോ ഡേഞ്ചറസ്. വരൂലടാക്കളോ. അയ്യോ, മാപ്പൊക്കെ എടുത്ത് കളഞ്ഞ് വണ്ടി നിർത്താം. മാപ്പില്ലാതെ ഒരു അടിയാനങ്ങനെ എനിക്ക് വഴിയറിഞ്ഞൂടൂ. മാപ്പിനെ എല്ലാവരും കുറ്റം പറയണ കേൾക്കാം, പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് മാപ്പ് വലിയ സീനൊന്നുമില്ല. ഇതുവരെ കാണിച്ചതൊക്കെ കറക്റ്റായിട്ട്. അയ്യോ ഇറങ്ങല്ലേ. ഇനി 27 കിലോമീറ്ററാണുള്ളത്. വിടാം, വിട്ടോ. ഇറങ്ങി കുറേ സമയം. നമ്മളെപ്പോഴും നേരത്തെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കണം കേട്ടോ ഫ്രണ്ട്സ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ രാവിലെ ഇറങ്ങായിരുന്നതാണ്, പക്ഷേ ഇപ്പോൾ അതാ കണ്ടില്ലേ 1 മണിയായി. നേരത്തെ നമ്മൾ ചെയ്താലേ നേരത്തെ എത്തൂ, ഇല്ലെങ്കിൽ ഏറ്റവും നമ്മൾ അറിയില്ല. സോ പ്ലാൻ ഓൾ ദ ട്രിപ്സ് സോ എയർലി. പിന്നെ എൻ്റെതെല്ലാം ഒറ്റ മൈൻഡാണ്. ഇങ്ങനെ പെട്ടെന്ന് ഒരു മൈൻഡ് സെറ്റിലങ്ങ് പെട്ടെന്ന് തോന്നുന്നു പോകുന്നു. അല്ലാതെ ആരോട് പറയാൻ. ജീവിതം ഒരു തവണയേ ഉള്ളൂ. അടുത്ത നിമിഷം നമ്മൾ ജീവനോടെ ഉണ്ടോ ഇല്ലയെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. സോ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ എല്ലായിടത്തും പോകണം.
പോകാനല്ലെങ്കിൽ പിന്നെ എന്തിനാ മാമ അതിൻ്റെ ഇടയിൽ പറഞ്ഞു? കളിക്കാനോ? സീനോ കേടാ പന്ന. ഇവിടെ ഭയങ്കര ടാസ്ക് പിടിച്ചൊരു സ്ഥലമാണ് ബാലരാമപുരം. ഇതുപോലൊരു ടാസ്ക് പിടിച്ച സ്ഥലം തിരുവനന്തപുരത്തിൽ. കൈത്തറിക്കട. ബാലരാമപുരം കൈത്തറി വളരെ ഫേമസ് ആണ്. ഇപ്പോൾ CD100 ഇന്നത്തെ യാത്ര. CD100 ഇപ്പോൾ എല്ലാ യാത്രകളും. ഡോമിനോറിൻ്റെ എക്സോസ്റ്റ് വേറൊരു സ്ഥലത്തിരിക്കുകയാണ്. കുറച്ച് അതവിടെ ഞാൻ ശരിക്കും പറഞ്ഞാൽ അന്ന് അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്തപ്പോൾ അവിടെ അന്ന് എക്സോസ്റ്റ് ഇല്ലാതെയാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. പൊളിയായിരുന്നു. അറിയാമല്ലോ ലൗഡ്നെസ്. സോ ലൗഡ്. അപ്പോൾ അങ്ങനെ വെച്ചിരുന്നതാണ്. അപ്പോൾ അവിടെ വെച്ചിരുന്നു. ഞാൻ അന്ന് വണ്ടിയിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് അവിടെ വെച്ചിരുന്നു. പക്ഷെ അവിടെ ഫണ്ട് പിന്നെ കൊടുക്കാനുണ്ടായിരുന്നു. കുറച്ച് ഫണ്ട് അവിടെ കൊടുക്കണം. ഒരു 5000 കൊടുത്താലേ പോയി എടുക്കാൻ പറ്റും. സോ ആൻറ്റി പാവമായതുകൊണ്ട് കൊള്ളാം, കുഴപ്പമില്ല. 10,000 കൊടുക്കാനുണ്ട്. കുറേ കാലമായി, അല്ല കുറച്ച് നാളായി. അപ്പം അത് കൊടുത്താലേ എനിക്ക് അവിടെ പോയി ആ സാധനം എടുക്കാൻ പറ്റും. സോ അത് കൊടുത്താലേ എനിക്ക് പോയി എടുക്കാൻ പറ്റൂ. അയ്യോ, നല്ല മഴയാണല്ലോ മക്കളെ. ഉപ്പാടളവോ കയറിയാലോ? നല്ല രീതിയിൽ പെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒതുങ്ങാൻ പിന്നെ സ്ഥലം കിട്ടിയെന്ന് വരും. എന്തോന്ന് കഷ്ടമാണല്ലേ. കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇങ്ങനെയേ ഉണ്ടാവുള്ളൂ. എല്ലാ പ്രകൃതിയിലും ഇതിനെ നമ്മൾ ഓവർകം ചെയ്ത് നമ്മൾ റൈഡ് ചെയ്യണം ഫ്രണ്ട്സ്. ഇതാണ് ലൈഫ്. ദളപതി വിജയ് അതിൽ പറയില്ലേ, എത് വന്നാലും നിൽക്കണമെന്ന് പറയല്ലോ, അതേപോലെ. ദളപതി വിജയ് പഞ്ചാണ്. പുള്ളി അതിനെ മാസാക്കും. ചില മണ്ടന്മാർക്ക് ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. വിജയ്ക്ക് അഭിനയിക്കുന്നത് അറിയില്ല എന്നൊക്കെ പറയും. ഒട്ടും അറിയില്ല. അതുകൊണ്ടായിരിക്കും ഇത്രയും. അഭിനയം ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല, ഒരാൾക്ക് ആരാധകരുണ്ടോ, ഫെയിമുണ്ടോ, സ്റ്റാർഡം ഉണ്ടോ, അതാണ് എല്ലാവരും ആഗ്രഹിക്കണം. സ്റ്റാർഡം ആണ് മെയിൻ. അത് പുള്ളിക്കുണ്ട് ഏറ്റവും നന്നായിട്ട്. അത് വെറുതെ ഉണ്ടാവത്തില്ല. നല്ല കഴിവും കഷ്ടപ്പാടും പരിശ്രമവും ലെജൻഡറി ആണെങ്കിൽ അത്രയും വലിയൊരു ലെവലിലാവാൻ പറ്റും. പറഞ്ഞിട്ട് കാര്യമില്ല. പ്യുവർ ഇൻസ്പിറേഷൻ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു വിജയ് ആരാധകനല്ല പ്രോപ്പർ. വിജയ് എനിക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ആരുടെ ആരാധകനാണെന്ന് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യും. അത് നിങ്ങൾക്ക് ഞാൻ വിട്ടു തന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഞാൻ ആരുടെ ആരാധകനാണ്? ഞാൻ ഒരു വിജയ് ഫാനല്ല. പക്ഷെ എനിക്ക് വിജയ് വളരെ ബഹുമാനവും റെസ്പെക്റ്റും ഉള്ള ഒരാളാണ്. ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിയുടെ എല്ലാ സിനിമയും ഞാൻ ഫാൻ ഷോ പൊതുവേ കണ്ടിട്ടുണ്ട്, കാണാറുമുണ്ട്. പക്ഷെ ഞാൻ വിജയ് ഫാനല്ല. പക്ഷെ പുള്ളി ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെയാണ്. ഇപ്പോൾ CD100 നമ്മുടെ യാത്ര. ഇപ്പോൾ കുറേ കാലമായിട്ട്. അപ്പോൾ ഡോമിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് അല്ലേ ഇരുന്നത്. അപ്പോൾ ഡോമിൻ്റെ എക്സോസ്റ്റ് അവിടെ ഇരിക്കണം. ഫണ്ട് കൊടുക്കാതെ എടുക്കുക. എന്നിട്ട് ഇനി ഡോമിലെ യാത്രയും പരിപാടികളൊക്കെ ഉള്ളൂ. പോരാത്തതിന് ഇത് വളരെ ആക്സിഡൻറ്റ് പ്രോണ്ടായിട്ടുള്ളൊരു റൂട്ടാണ്. ഇത് ഇഷ്ടംപോലെ ആക്സിഡൻറ്റുകളൊക്കെ നടക്കാറുള്ളത്. തമിഴ്നാട് ഹൈവേ അല്ലേ, റോക്കറ്റ് പോലെയൊക്കെയാണ് പറഞ്ഞത് ചില സമയം. എൻ്റെ പിറകിരിക്കണ വിഷ്ണുവിന് നല്ല വെയിറ്റ് ഉണ്ട്. നല്ല വെയിറ്റും ഹൈറ്റും സൈസും ഒക്കെ പൊക്കമുള്ള ഒരുത്തണം. സോ അവന് നല്ല വെയിറ്റ് ഉണ്ട്. എന്നിട്ടും വണ്ടി ഇത്രയും വലിച്ചാണ് എടുക്കുന്നത്. വണ്ടി പവറാണ് സാധനം. ഫ്ലൈ ബൈ സാധനമാണ് CD100 എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇത് ഇത്രയും ഫ്ലൈ ബൈ ആണ്. സത്യമായിട്ട് അറിഞ്ഞുകൂടായിരുന്നു. ഇതിൽ ഓൾമോസ്റ്റ് ഒരു 40,000 രൂപയുടെ പണിയാണ് എടുത്ത്. പുതിയ കംപ്രഷൻ വാൽവ്, പുതിയ ക്രാങ്ക്, പുതിയ പിസ്റ്റൺ, എല്ലാം പുതിയതാണ്. പിന്നെ കുറേ സ്പെയർസ് എല്ലാം റീസ്റ്റോർ ചെയ്തു. ഇതിലിപ്പോൾ ഒന്ന് വാഷ് ചെയ്യണം, അത്രേ ഉള്ളൂ. ഒരു 300 രൂപ ചിലവുള്ള പരിപാടിയുള്ളൂ. ഒന്ന് ഫുൾ വാഷ് ചെയ്താൽ വണ്ടി പ്യുവറാവും. ഫുള്ള് റീസ്റ്റോർ ചെയ്ത വണ്ടിയാണ്.
ഇതിൻ്റെ ഓണർ എൻ്റെ തന്നപ്പോൾ ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു ഈ വണ്ടി. സോ എന്തോന്നറ ഇതൊക്കെ. ആ KSRTC എന്തോന്നറ കാണിക്കണത്. എൻ്റെ ഇടയിൽ കൂടെ ഓവർടേക്ക് എതിർത്തുകൊണ്ട് പോകാൻ പോവാം. പിന്നെ തമിഴ്നാട് ബസ്സുണ്ട്, എൻ്റെ പൊന്നു, അത് ഇതിനെക്കാട്ടിലും റോങ് ആണ്. KSRTC ദൈവം എന്ന് വേണം പറയാം. പക്ക പന്നന്മാരാണ് തമിഴ്നാട് ബസ്. സോ നിങ്ങൾ സൂക്ഷിച്ചോ, നിങ്ങൾ പെടും. നിങ്ങളെപ്പോൾ പെട്ടെന്ന് ചോദിച്ചാൽ മതി, നിങ്ങൾ തേഞ്ഞൊട്ടും. സർക്കസൊക്കെ പഠിച്ചിരുന്നാലേ നിങ്ങൾക്ക് ജീവിച്ചിരിക്കാൻ പറ്റൂടെ. അയ്യോ, ശരിക്കും പറഞ്ഞു ബസ് നിർത്തിയിട്ടോ ലെഫ്റ്റ് സൈഡിൽ കൂടെ പോകാൻ പാടില്ല. സീനാണ് അത്, തെറ്റ്, അത് തെറ്റ്. ആരെങ്കിലും ഡോറെടുത്ത് തുറന്നു തന്നാൽ തേഞ്ഞു, പിന്നെ ജീവിതകാലം മുഴുവനും കിടക്കാം. അതുപോലെ പടക്കി ഇടയിൽ വീശാതെ വണ്ടി വിളയെ പോവും. എൻ്റെ അമ്മ, ഇതൊക്കെ ഏത് സ്ഥലം? അവനും കയറണം, ഇവനും കയറണം, എല്ലാവരും കയറണം. ഇതെന്തരടെ ഇത്? ക്യാറ്റൽ മത്സരം. ഇവിടെ കിടില റോഡാണ്, പക്ഷേ ടാസ്ക്കാണ്. 2 വഴി കാണിക്കുന്നുണ്ടല്ലോ ഫ്രണ്ട്സ്. 22ഉം 23. ഏത് വഴി പോവാ? നേരെ പോവാൻ അളിയ, ഏതായിരിക്കും ബെറ്റർ? ലെഫ്റ്റ് എടുത്ത് പോണോ? 1 കിലോമീറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. എനിക്ക് വേണോ നേരെയുള്ള നല്ല റൂട്ടായിരിക്കും ചിലപ്പോൾ. കുറേ വഴികൾ കാണിക്കുന്നുണ്ടല്ലോ. വീണ്ടും വേറെ 2 വഴിയാണ് തന്നെ ആയിരിക്കുമല്ലേ. നേരെ അങ്ങ് പോവാം. അവിടെ പണി വല്ലതും നടക്കണം. അവിടെ റോഡ് ക്ലോഷർ കാണിച്ചിരിക്കണം. ഇതാണ് നെയ്യാറ്റിങ്കര കൃഷ്ണൻകോവിൽ ജംഗ്ഷൻ. ഇതാണ് നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഭഗവാനെ രക്ഷിക്കണേ. നമുക്കിവിടെ നിന്ന് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത് കേട്ടോ. ഈ റൂട്ട് ചേസ് ചെയ്യുന്നവർ ഈ റൂട്ട് ചേസ് ചെയ്യുക. നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ മാപ്പിൽ സംഭവം ഇട്ടാൽ മതി. ഏത് കൂനിച്ചിമല ട്രക്കിംഗ് പോയിന്റ് എന്ന് ഇടുക, പോവുക. ഇത്രേ ഉള്ളൂ നിങ്ങളുടെ പരിപാടി. സോ വളരെ റിസ്കി ആയിട്ടുള്ള കളവന്മാരാണ്. റോഡിൽ നിങ്ങൾ വളരെയധികം സേഫായി. ഞാൻ ഈ ഓട്ടിക്കുന്ന ആ ഒരു ഫോർമുല നിങ്ങൾ ചേസ് ചെയ്താൽ നിങ്ങൾക്ക് വലിയ പ്രശ്നം കാണില്ല. കാലാകാലങ്ങളോളം ട്രെയിൻ ചെയ്തെടുത്തതാണ് അത് ഇവന്മാരുടെ ഇടയിൽ. റൈഡ് എക്സ്ട്രീം, ഡോണ്ട് ഹോൾഡ് ബാക്ക്. ഡോണ്ട് ഹോൾഡ് ബാക്ക് എന്നുള്ളതാണ് ഡോമിനോറിൻ്റെ പരസ്യത്തിൽ പറയുന്നത്. ടങ് 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 ടങ്. പിന്നെ അളിയ എന്തൊക്കെയുണ്ട് പറ? ഫുഡൊക്കെ കഴിച്ചിട്ടാണോ നീ ഇറങ്ങിയത്? ഞാൻ പഴങ്കഞ്ഞി മാത്രം കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. എനിക്ക് എല്ലാ ദിവസവും ഞാൻ പഴങ്കഞ്ഞിയാണ് എപ്പോഴും.
ഡേ ടൈമിൽ ഫുൾ പഴങ്കഞ്ഞി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എനിക്കതേ കഴിക്കാൻ പറ്റത്തുള്ളൂ, പെട്ടെന്ന് പോകും. പഴങ്കഞ്ഞി ഉള്ളി. പഴങ്കഞ്ഞിയാണ് എൻ്റെ ഫേവറേറ്റ്. ഓരോ സമയം ഓരോ പരിപാടി. തൈര് ഒഴിച്ച് കഴിക്കും, മാങ്ങാക്കറി മാത്രം ഒഴിച്ച് കുടിക്കും, പിന്നെ വേറെ എന്തെങ്കിലും കറിയുള്ള സമയങ്ങളിൽ അങ്ങനെ കുടിക്കും. ഓരോ സമയം ഓരോ രീതിയിലായിരിക്കും. തൈര് എനിക്ക് വളരെ ഇഷ്ടമാണ് പഴങ്കഞ്ഞിയുടെ കൂടെ കഴിക്കാനായിട്ട്. പൊളിയാണ്, ഒരു രക്ഷയില്ല. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇതേതാ സ്ഥലം, ഇതേതാണ് സ്ഥലമെന്നൊന്നും എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുള്ളത്. നമ്മളത് നോക്കേണ്ട കാര്യം. നമ്മളെ റൈഡ് ഓരോ നിമിഷം എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് റൈഡിൻ്റെ ഉദ്ദേശം. എല്ലാം മറക്കുക. അപ്പോൾ ജീവിതത്തിൽ വിജയിക്കാത്തൊരുത്തനാണ് ഞാൻ. നിങ്ങളാണ് അത് തീരുമാനിക്കേണ്ടത്, ഞാൻ വിജയിക്കണോ വേണ്ടയോ എന്ന്. സോ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, വീഡിയോ വാച്ച് ചെയ്യും, കമൻറ്റ് ചെയ്യും, ഇതെല്ലാവരിലേക്ക് എത്തിക്കുകയും ചെയ്യുക. നല്ല ഇടിവെട്ട് മോട്ടോ വ്ളോഗിങ്ങായിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിലുണ്ടാകും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്ത് സജഷനോ സഹായങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം. എന്നെക്കൊണ്ട് പറ്റാവുന്നതാണെങ്കിൽ ഞാൻ എല്ലാം ചെയ്തു തരും. ബട്ട് ഞാൻ നല്ലൊരു പൊസിഷനിലൊരു റീച്ചുള്ള ഒരാളായി മാറുകയാണെങ്കിൽ, ഇപ്പം എനിക്കൊന്നുമില്ലല്ലോ ഫ്രണ്ട്സ്, വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിക്കും. പെർസ കുറേ ചെയ്യണം. പെർസ ഏതാത് പണ്ണ പത്താത് പെർസ ഏതാസ് ചെയ്യണം, എന്നാലേ അവന്മാർ നമ്മളെ മറക്കാതിരിക്കും. ടങ് 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 ടട ടങ് 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 ടട ടങ് 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 ടട ടങ് 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 ടട ടങ് 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 ടങ്. ഡോമിനോർ 400 ഒരു ഹ്യൂജ് മെഷീനാണ്. ഡോമിനോർ 400 വരുന്നുണ്ട് ഉടനെ. അവനെ പണം കൊടുത്ത് അവിടെ നിന്ന് അവൻ്റെ എക്സോസ്റ്റ് കൊടുത്ത് എല്ലാം സെറ്റ് ചെയ്തിട്ട് ചെറുക്കനെ കൊണ്ടുപോകണം. അതിൻ്റെ വാണിംഗ് ലൈറ്റ് കാണിക്കുന്ന കേട്ടോ, വാണിംഗ്. സോ അതൊന്ന് ശരിയാക്കണം. അത് ശരിയാക്കണമെന്നല്ല, അതൊന്ന് ചെക്ക് ചെയ്യണം, ഷോറൂമിൽ കൊണ്ടുപോകണം. അതൊക്കെ കഴിഞ്ഞിട്ട് ചെറുക്കൻ ഇറക്കുന്നുണ്ട്. ലാലേട്ടൻ തുടരുള്ളത് പോലെ മുരുക കാടേറും കൊമ്പ വീഴുന്നു വേട്ടക്കാരാ. യഥാർത്ഥ ഡോമിനോർ 400 ഫാൻസ്, ഡോമിനോർ 400 ടാം ഫാൻസ് എല്ലാവരും വായോ. ഇറ്റ്സ് എ ഹ്യൂജ് മെഷീൻ. എൻ്റെ ഇരിക്കുന്നത് BS4 ആണ്, UG. അടിച്ച് തൂക്കലാണ്, നല്ല ഇടിവെട്ട സാധനം. ബജാജിൻ്റെ ഒറ്റക്കൊമ്പൻ ഫ്ലാഗ്ഷിപ്പ്, പ്യുവർ ഫ്ലാഗ്ഷിപ്പ്. ഇന്നും അതിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പലരും 400 സെഗ്മെൻറ്റ് ബജാജും NS 400 കൊണ്ടുവന്നപ്പോൾ അതിനെ ഓവർകം ചെയ്യുമെന്ന് പറഞ്ഞത്. 2016 ഇറങ്ങിയ മോഡലാണ് ഡോമിനോർ. ഇത്രയും 2025 ഇന്നും അതിനെ ഓവർകം ചെയ്യാൻ പാകത്തിനുള്ള ഒരു വണ്ടി മെഷീൻ ഇതുവരെ ഒരു ബ്രാൻഡിനും ഇറക്കാൻ സാധിച്ചിട്ടില്ല, ബജാജിനും ഇറക്കാൻ സാധിച്ചിട്ടില്ല. അതിനെ ക്രിയേറ്റ് ചെയ്തവർക്ക് പോലും പറ്റിയിട്ടില്ല. അതുപോലെ ഒരു സാധനം. സ്റ്റിൽ ദ ഗ്രേറ്റസ്റ്റ്. 390യും RC 390ക്കും ഡ്യൂക്ക് 390ക്കും കൂടെ സ്റ്റിൽ ദ ഗ്രേറ്റസ്റ്റ്. RCയുടെയും 390യുടെ എൻജിൻ തന്നെ ഡോമിനോറിലും ഘടിപ്പിച്ചിരിക്കുന്നത് ട്യൂൺ ചെയ്ത എൻജിൻ. RC 43 bhp 37 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്ക്. ഡോമിനോർ 40 bhp പവറും 35 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണുള്ളത്. ട്യൂൺ ചെയ്തിട്ടുള്ള എൻജിനാണ്. KTMൻ്റെ ബജാജിൻ്റെ എൻജിനൊക്കെ ഒന്നാണല്ലോ. സോ അതാണ് ഡോമിനോർ 400 UG. 2016 ആദ്യം ഇറങ്ങിയപ്പോൾ UG അല്ലായിരുന്നു, 35 bhp 36 bhp 35 bhp വണ്ടിയായിരുന്നു. UG ഇറങ്ങിയപ്പോഴാണ് 2019 ബീസ്റ്റ്. അതിൻ്റെ ഫസ്റ്റ് മോഡലിൻ്റെ സൗണ്ടും പഞ്ചും ഒക്കെ എന്ന് പറയുന്നത് പീക്കാണ്, തൊട മുടിയത്. എൻ്റെ 2020. സോ പീക്ക് സാധനമാണ്. BS4 അവസാനത്തെ സാധനമാണ് എൻ്റെ ഇരിക്കുന്നത്. ഇനി അത് പിന്നെ BS6 ആയി. BS6-നൊന്നും BS4ൻ്റെ ഒരു പഞ്ചൊന്നുമില്ല. BS6 അല്ല, നമുക്കിവിടെ എവിടെയെങ്കിലും നിർത്തിയിടാം. അതിനവിടെ പോയി നിർത്തണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ യാത്രയുടെ എപ്പിസോഡ് 1 ഇതാണ്. എപ്പിസോഡ് 2ഉം ബാക്കി എപ്പിസോഡുകളൊക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ കാണാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.